അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പൂ പോലെ സോഫ്റ്റ് ആയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. അരിപ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പാലപ്പമാണ്. പൂ പോലെ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു അപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ഉണ്ടാവുമല്ലോ, നമ്മൾ സാധാരണ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്നത്. അത് ഞാനൊരു 2 കപ്പ് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കട്ടകളും തരികളും ഒന്നുമില്ലാതെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാവ് കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസായി പോവാതെ കുറച്ച് തിക്നെസ്സിൽ തന്നെ വേണം നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അരമുറി തേങ്ങ കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വേവിച്ച ചോറാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ചോറ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് തേങ്ങയുടെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ ചോറിന് പകരം നമുക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം അവലുണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചോറ് എടുക്കുമ്പോൾ ഇതുപോലെ വൈറ്റ് റൈസ് തന്നെ എടുക്കുവാണെങ്കിൽ നമ്മളുടെ അപ്പത്തിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു മധുരം കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി പഞ്ചസാര കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് നമ്മൾ നേരത്തെ അരച്ച ആ ഒരു അരിപ്പൊടിയുടെ കൂട്ടിലേക്ക് ഇതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. മാവ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഇത് നമുക്കിനി നാളെ രാവിലെ നോക്കിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടില്ലേ, മാവ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയി കഴിഞ്ഞുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിലും നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. എന്നാലും കുറച്ചുകൂടി സോഫ്റ്റും മയവും ഒക്കെയുള്ള അപ്പം കഴിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ്. ബേക്കിംഗ് സോഡ അതൊരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും കൂടി പോകരുത്, അതിൻ്റെ ആവശ്യമില്ല. 1/4 ടീസ്പൂൺ മാത്രമേ നമുക്ക് ഇതിലേക്ക് വേണ്ടുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒന്നുകൂടി ഒന്ന് പതഞ്ഞ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ നമ്മൾ പഴകിയതൊന്നും എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ തന്നെ ഇടുക. അതാവുമ്പോൾ ഒരല്പം മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതേപോലെ വന്നിട്ടുണ്ട്. അതുപോലെ ഉപ്പ് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ മാവ് ഇപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ ഇരുന്നാലേ നമ്മളുടെ ആ ഒരു അപ്പത്തിൻ്റെ ഹോൾസൊക്കെ നല്ല കറക്റ്റായിട്ട് തെളിഞ്ഞ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മളുടെ മാവ് റെഡിയാക്കി എടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളുടെ മാവ് ഇരിക്കേണ്ടത്. നമ്മൾ തവി വെച്ചിട്ടൊക്കെ കോരി എടുക്കുമ്പോൾ തവിയുടെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഹോൾസൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. ഇതാണ് അപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി മാവ് ഒരു തവി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതേപോലെ ഹോൾസ് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. നന്നായിട്ടൊന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ചട്ടിയിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ ബാറ്റർ ഇതുപോലെ എത്ര സോഫ്റ്റ് ആയിട്ടാണെങ്കിലും റെഡിയാക്കി എടുത്താൽ ആദ്യത്തെ 1-2 അപ്പങ്ങൾ ഇതുപോലെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാതെ ഒന്ന് വിട്ടൊക്കെ പോകും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ തുടക്കക്കാരൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവർക്ക് ആകെ വിഷമാകും. അപ്പോൾ അങ്ങനെയൊന്നും ഓർത്ത് നമ്മൾ ഉണ്ടാക്കാതിരിക്കരുത്. ആദ്യത്തെ 1-2 ഫ്ലോപ്പായി പോകും. അത് ഒട്ടിപ്പിടിക്കുന്നത് സാധാരണയാണ്. പിന്നീട് നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ ആ ഒരു പൊടികളൊക്കെ തൂത്ത് കളഞ്ഞ ശേഷം എണ്ണ തേച്ച് കൊടുത്ത് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഹോൾസ് വരുമ്പോൾ ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് എടുക്കാം.
ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് അപ്പത്തിൻ്റെ ചട്ടിയിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇതിലും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ടേസ്റ്റ് ഇതുപോലെയുള്ള പാത്രങ്ങളിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ കണ്ണും പൂട്ടി ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് അപ്പവും ഇതേപോലെ അങ്ങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അപ്പമാണ്. കുറച്ച് മധുരത്തിൽ എടുത്തുകൊണ്ട് തന്നെ കറിയില്ലാതെയും വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.